Hello my dears, welcome to ECS online class. അപ്പോൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 26 വരെ പഠിച്ചല്ലേ. ഇനി പേജ് നമ്പർ 27 കംപ്ലീറ്റ്. ഇവിടെ പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എല്ലാവരുടെയും യുക്തിക്കനുസരിച്ച് ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു ഡോട്ട് ആണ് അല്ലേ. പിന്നെ ട്രയാങ്കിൾ ഷേപ്പ് താഴത്തെ 2 ഡോട്ട്സ് വന്നു. പിന്നെ മൂന്നാമത്തെ ലൈൻ ആയപ്പോൾ 3 ഡോട്ട്സ് താഴത്ത് വന്നു. നാലാമത്തെ ലൈൻ ആയപ്പോൾ 4 ഡോട്ട്സ് താഴെ വന്നു. അഞ്ചാമത്തെ ലൈൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് 5 ഡോട്ട്സ് താഴെ വരണം അല്ലെ. ആ ഒരു ത്രികോണ ഷേപ്പ് ട്രയാങ്കിൾ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അഞ്ചാമത്തെ ലൈനും വരച്ച് 5 ഡോട്ട്സ് വരച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് മുകളിൽ ഒരു ഡോട്ട്, പിന്നെ താഴത്തെ 2 എണ്ണം, പിന്നെ അടുത്ത ലൈനിൽ 3 എണ്ണം, പിന്നെ അടുത്ത ലൈനിൽ 4 എണ്ണം, പിന്നെ അടുത്ത ലൈനിൽ 5 എണ്ണം, അങ്ങനെ വരയ്ക്കുക. ഇനി ബോക്സ് ഷേപ്പ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടോ, ആദ്യം ഒരു ഡോട്ട്, പിന്നെ എന്താണ് 2 ലൈൻസിലായിട്ട് രണ്ടാമത്തത് രണ്ട് ലൈൻസ് ആയി അല്ലെ. ഈ ഒന്നെന്നുള്ളത് 2 ആയി അല്ലേ. 2 ലൈനുമായി ഒരേ ലൈനിൽ 2 നമ്പർ വീതമുള്ള ഡോട്ട്സ് ഉണ്ട് അല്ലെ. ഇനി മൂന്നാമത്തെ ഫിഗർ വന്നപ്പോഴോ ഒരു ലൈനിൽ തന്നെ 3 എണ്ണം വന്നു, 3 നമ്പർ ഓഫ് ലൈൻസും വന്നു. നാലാമത്തെ ഫിഗർ ആകുമ്പോൾ എന്താണ് 4 നമ്പർ ഡോട്ട്സ് വന്നു, 4 നമ്പർ ഓഫ് ലൈൻസും വന്നു അല്ലെ. അപ്പൊ അഞ്ചാമത്തെ ഫിഗർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 5 നമ്പർ ഡോട്ട്സ് ഉണ്ടാവും, 5 നമ്പർ ലൈൻസും ഉണ്ടാവും അല്ലെ. 1 2 3 4 5. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ കണ്ടോ, 2 എണ്ണം, പിന്നെ ഇത് 2 ലൈനിൽ 3 എണ്ണമായി, പിന്നെ അത് 4 ലൈനിൽ എന്താ 4 ഡോട്ട്സ് 2 ലൈനിൽ തന്നെ ആയി അല്ലേ. ഈ നമ്പറിൽ ലൈൻസുകൾ ഇൻക്രീസ് ചെയ്ത് പോയില്ല. പക്ഷെ നാലാമത്തെ ഫിഗർ വന്നപ്പോഴോ ഈ 2 ലൈൻ എന്നുള്ളത് ഇവിടെ 4 ആയി അല്ലേ. അപ്പൊ ഡോട്ട്സുകളുടെ എണ്ണം ഒന്നുകൂടെ കൂടി അല്ലേ. ഈ മൂന്നാമത്തെ ഫിഗറിൽ 4 ഡോട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നാലാമത്തെ ഫിഗർ നോക്കിക്കേ 5 ഡോട്ട്സും ഉണ്ട്, 4 ലൈൻസും ആയി അല്ലേ. ഈ നമ്പർ എന്നുള്ളത് എന്താണ് ഒന്നുകൂടെ കൂടി അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത ഫിഗറിൽ എന്താവും 6 ഡോട്ട്സ് വരണം അല്ലെ. 6 ഡോട്ട്സ് വരണം. ഈ സെയിം നമ്പർ തന്നെ വന്നാലും കുഴപ്പമില്ല. കാരണം എന്താണ് എന്തുവരും, കാരണം എന്താ വെച്ചാൽ ഈ ഇടക്കത്തെ ഈ 2 നമ്പേഴ്സ് ഈക്വൽ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ 2 നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ആയിട്ട് വരയ്ക്കാം. പക്ഷെ ഒരു ഡോട്ട്സ് കൂടുതലാക്കി കൊടുക്കണം അല്ലെ. ഇവിടെ 5 ഡോട്ട്സ് ആണെങ്കിൽ ഓരോ ലൈനിലും 6 ഡോട്ട്സ് വീതം വരുന്ന 4 ലൈൻസ് വരച്ചു കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞു നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം ഡോട്ട് പാറ്റേൺ ആണ്, കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് ഫിഗർ, അത് താഴത്തോട്ടുള്ള റോ ആണ്. 2 ഡോട്ട് ഉണ്ട്. പിന്നെയോ സെക്കൻഡ് ഫിഗർ ആയപ്പോൾ 2 റോസ് വന്നു, ഒരെണ്ണം കൂടെ താഴെ എക്സ്ട്രാ വന്നു. എന്താണ് പിന്നെ 3 റോസ് ആയി, പിന്നെ 4 റോസ് ആയി, പിന്നെ 5 റോസ് ആയി അല്ലേ. അങ്ങനെ 5 റോസ് ആക്കുക ഓരോന്നിലും. അതാണ് 5 റോസും ഉണ്ടായി. ഓക്കെ, അതിൽ ഓരോന്നിലും 5 നമ്പേഴ്സും ഉണ്ടായി. 1 2 3 4 5 1 2 3 4 5. അങ്ങനെ ഓരോ ലൈനിലും 5 നമ്പേഴ്സ് ഉണ്ട്, 5 റോസും ഉണ്ട് അല്ലേ. ഓക്കെ, ഒരു സ്ക്വയർ പാറ്റേൺ ആയി. അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഇനി പേജ് നമ്പർ 28 കോപ്പി ദിസ് പാറ്റേൺ ടു എംപ്റ്റി ഗ്രിഡ് ബിലോ അല്ലേ. ഈ പാറ്റേൺ നമ്മൾ കോപ്പി ചെയ്യണം. ഈ താഴത്തെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ കോപ്പി ചെയ്യണം. ഇവിടെ ഈ ഒരു ബോക്സിൽ കുറച്ച് ഒരു കളർ, ഒരു ഗ്രേ കളർ, ചാര കളർ കൊടുത്ത് ഒരു ബോക്സ് ഇങ്ങനെ നടുക്ക് ഒരു ബോക്സ് കളർ ചെയ്ത് വെച്ചിരിക്കാം അല്ലേ. അതേ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ, ഒരൊറ്റ കളർ ഉപയോഗിച്ച്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ, റെഡ് ആണെങ്കിൽ റെഡ്, ഒരൊറ്റ കളർ ഉപയോഗിച്ച് ഇതേപോലെ ഫിഗർ ഇവിടെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. കണ്ടോ, ഈ 1 2 3 4 5 5th നമ്പർ ബോക്സ്, ഈ താഴെ കാണുന്ന ഫസ്റ്റ് ലൈനിൽ 5th നമ്പർ ബോക്സ് കളർ ചെയ്യുക. പിന്നെ സെക്കൻഡ് ലൈനിൽ 1 2 3 4 5 6 സെക്കൻഡ് ലൈനിൽ 4 5 6 എന്ന ബോക്സുകൾ കളർ ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ കളർ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഷേപ്പ് താഴത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി പേജ് നമ്പർ 29 കളർ ദ സെൽസ് വിത്ത് ഡോട്ട്സ് റെഡ് ആൻഡ് കളർ ദ അതർ സെൽസ് യെല്ലോ. ഇവിടെയും ഒരു ബോക്സ് ഉണ്ട്. ആ കുറച്ച് ബോക്സുകൾ ഡോട്ടഡ് ലൈൻ, ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡോട്ടഡ് ഉള്ള ആ ബോക്സുകളെല്ലാം റെഡ് ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യുക. ഡോട്ട് ഇല്ലാത്ത ഓരോ ബോക്സുകളെല്ലാം യെല്ലോ ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് കളർ ചെയ്യുക. ഇനി അടുത്തത് പേജ് നമ്പർ 30 കളർ ദ സെൽസ് മാർക്ക് ആർ റെഡ് ബി ബ്ലൂ. എന്താണ് ഇവിടെ ഈ ഒരു ബോക്സിൽ ആർ ബി എന്ന കുറച്ച് ബോക്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബോക്സുകളിലെല്ലാം റെഡ് ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യുക.
ബി എന്ന് കൊടുത്തിരിക്കുന്ന ബോക്സുകളിലെല്ലാം ബ്ലൂ കളർ ഉപയോഗിച്ച് എല്ലാത്തും കളർ ചെയ്യുക. ചില ബോക്സുകളിൽ ഒന്നും കൊടുത്തിട്ടില്ല, ആ ബോക്സുകളിൽ കളർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ക്രയോൺസ് യൂസ് ചെയ്ത് വേണം കളർ ചെയ്യാൻ. ഇനി പേജ് നമ്പർ 31, ഫുട് പ്രിന്റ്സ്. Collect some objects such as coins, leaves, matchbox, pencils, etc. Trace their prints here. Then paint the similar shapes with the same color. നിങ്ങൾ കുറച്ച് വസ്തുക്കൾ കളക്ട് ചെയ്യുക. ഒന്നുകിൽ ഇലയാവാം, പെൻസിൽ ബോക്സ് ആവാം, അല്ലെങ്കിൽ തീപ്പെട്ടി മാച്ച് ബോക്സ് ആകാം, പെൻസിൽസ് ആവാം, കോയിൻസ് നമ്മുടെ നാണയങ്ങളാവാം. ഇഷ്ടമുള്ള എന്തെങ്കിലും ഓബ്ജക്ട്സ് എടുക്കുക, ചെറിയ ഒബ്ജക്ട്സ് എടുക്കുക, അത് ഇവിടെ വെച്ചിട്ട് അതിന്റെ ട്രേസ് വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്താണ് അതിന്റെ ബൗണ്ടറി കൂടെ പെൻസിൽ ഉപയോഗിച്ച് ട്രേസ് വരയ്ക്കുക. എന്നിട്ട് ആ ഒബ്ജക്റ്റിനുള്ള കളർ ക്രയോൺ ഉപയോഗിച്ച് കളർ ചെയ്യുക. ഇപ്പൊ ഏകദേശം നമ്മൾ ആ ട്രേസ് വരച്ചിട്ട് കളർ ചെയ്യുമ്പോൾ എന്താ നമുക്ക് ചിലപ്പോൾ തോന്നുമ്പോൾ ആ ഒബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ആ ഷേപ്സ് വരയ്ക്കാൻ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിന്റെ കളർ കൊടുക്കുക, ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യുക. ഇനി എന്താണ് പേജ് നമ്പർ 32, ഡ്രോ ഡോർസ് ഓൺ ആൻഡ് വിൻഡോസ് ഇൻ ദ ഷേപ്പ്. എന്താണ് ഈ ഒരു ബോക്സ് ഷേപ്പില് ഡോറും വിൻഡോസും വരക്കണം അല്ലെ. ഡോർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ബോക്സ് ആയിട്ട് ഡോർ ഇങ്ങനെ വരയ്ക്കാം, വിൻഡോസ് ഇങ്ങനെ ഒരു കുഞ്ഞു വിൻഡോ, ഒരു ബോക്സ് ഷേപ്പിൽ ഒരു കുഞ്ഞു വിൻഡോസും വരച്ചു കൊടുക്കാം. ഓക്കെ, എന്താണ് ഈ ഡ്രോ ഡോർസ് ആൻഡ് വിൻഡോസ് ഇൻ ബോക്സ് ഷേപ്പ്. ഈ ഒരു ബോക്സ് ഷേപ്പ് കണ്ടോ, ഇതൊരു വീടിനകത്ത് ഒരു ബോക്സ് ഷേപ്പ് കണ്ടോ, ആ ബോക്സ് ഷേപ്പിനകത്ത് വേണം നിങ്ങൾ ഒരു ഡോറും ഒരു വിൻഡോസും വരച്ചു കൊടുക്കുക. നമുക്കൊരു ഡോറും ഒരു വിൻഡോസ്, ഒരു വിൻഡോ, രണ്ട് വിൻഡോസ്, ഒരു വിൻഡോ മതി, ഒരു വിൻഡോയും വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ആ ഒരു ബോക്സ് ഷേപ്പിൽ തന്നെ വേണം വരയ്ക്കാൻ. ഡോറും വിൻഡോയും ഈ ഒരു ബോക്സ് ഷേപ്പ് തന്നെ വെച്ചിട്ട് വേണം ഡോറും വിൻഡോസും ആ ഒരു ബോക്സിനകത്ത് വരച്ചു കൊടുക്കാൻ. ഓക്കെ, ആ വീടിനകത്ത് വരച്ചു കൊടുക്കാൻ. ഇനി ഡ്രോ വീൽസ് ഇൻ റൗണ്ട് ഷേപ്പ്. ഈ റൗണ്ട് ഷേപ്പിൽ വീല് വരച്ചു കൊടുക്കണം. വീല് എവിടെയാണ് നമുക്കറിയാം, ഇവിടെയാണ് അല്ലെ. അവിടെ റൗണ്ട് ഷേപ്പിൽ ഒരു രണ്ട് വീൽസ് വരച്ചു കൊടുക്കുക. ഇനി ഡ്രോ ദ റൂഫ് ഇൻ ആ ഒരു ഷേപ്പ് കണ്ടോ, ആ ഷേപ്പ് ട്രപ്പീസിയത്തിന്റെ ഷേപ്പ്, ആ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് റൂഫ് വരച്ചു കൊടുക്കണം. ഓക്കെ, ആണോ ഈ ഒരു ബോക്സ് റൂഫ് ഈ ഒരു ഷേപ്പ്, ഈ കറക്റ്റ് ഈ ഷേപ്പ് മുകളിൽ പെൻസിൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കണം. ഇനി ഡ്രോ ദ ആരോ ഹെഡ് ഇൻ ട്രയാങ്കിൾ ഷേപ്പ്. കണ്ടോ ഈ ഒരു ഷേപ്പ് കണ്ടോ, ഈ ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ, ഡ്രോ ആരോ ഹെഡ് ഇൻ ആ ഷേപ്പ് കണ്ടോ, ആ ഷേപ്പ് വലുതാക്കി ഇവിടെ ഈ ആരോയ്ക്ക് ഹെഡ് തല വരച്ചു കൊടുക്കുക. ഓക്കെ, ഈ അമ്പിന് തല വരച്ചു കൊടുക്കുക. ഇനി കാർ ദ ഷേപ്സ് ആൻഡ് കൗണ്ട് ദം. ഇവിടെ ഒരു വീടിന്റെ പടം അല്ലെ, രണ്ട് നിലയുള്ള ഒരു വീടിന്റെ പടമാണ്. ഈ വീട് എന്തൊക്കെ വെച്ചിട്ട് സർക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ട്രപ്പീസിയം. ഇതേ കണ്ടല്ലേ, ഇവിടെ നമ്മുടെ ഹെഡ് വരച്ചത് ഈ ട്രപ്പീസിയം ഈ ഷേപ്പ് ആണ് അല്ലെ. ഈ ഷേപ്പ് എല്ലാം ഉപയോഗിച്ച് എന്താണ് വരച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പൊ നിങ്ങൾ കളർ ചെയ്യുക. സർക്കിളിന് ഒരൊറ്റ കളർ ഉപയോഗിക്കുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡ് ആണെങ്കിൽ റെഡ് മാത്രം, എല്ലാ സർക്കിളും റെഡ് ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ റെഡ് ഉപയോഗിച്ച് മാത്രം സർക്കിളിന് കളർ ചെയ്യുക. ഈ ട്രയാങ്കിൾ ഷേപ്പിന് എന്താണ് ഇപ്പൊ പച്ചയാണ്, ഗ്രീൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ട്രയാങ്കിൾ ഷേപ്പ് വരുന്നിടത്ത് എല്ലാം ഗ്രീൻ ഉപയോഗിക്കുക. ഈ സ്ക്വയർ കാണുന്ന ഈ ബോക്സിന് 4 വശവും കണ്ട് ഈ ജനലൊക്കെ സ്ക്വയർ ആണ് അല്ലെ. ഈ സ്ക്വയർ ഇവിടെ സ്ക്വയർ ആണ് അല്ലെ. ഈ താഴത്തെ വലിയ കവാടം, ആ താഴത്തെ ആ കവാടം അതൊക്കെ സ്ക്വയർ ആണെങ്കിൽ എന്താണ് 4 വശവും ഈക്വൽ ആണ് അല്ലെ സ്ക്വയറിന്. ആ സ്ക്വയറിന് നിങ്ങൾ ഒരു എന്താണ് ബ്ലൂ കളർ ആണെങ്കിൽ ബ്ലൂ സ്ക്വയർ ഉള്ളിടത്തെല്ലാം ബ്ലൂ മാത്രം കളർ ചെയ്യുക. ഈ റെക്ടാങ്കിൾ ബോക്സ് ഷേപ്പ് ആണ് അല്ലെ റെക്ടാങ്കിൾ. അപ്പൊ റെക്ടാങ്കിൾ വരുന്നിടത്തെല്ലാം ഒരൊറ്റ കളർ ഉപയോഗിക്കുക അല്ലെ. പിങ്ക് ആണെങ്കിൽ പിങ്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്. അപ്പൊ ആ ബോക്സ് റെക്ടാങ്കിൾ വരുന്നിടത്ത് മാത്രം ആ ഒരൊറ്റ കളർ ഉപയോഗിക്കുക. ട്രപ്പീസിയം വരുന്നത് ഈ 2 മേൽക്കൂരകളാണ് അല്ലെ. ഈ മേൽക്കൂരകളുടെ ആ ഭാഗത്ത് മാത്രം, ആ ട്രയാങ്കിൾ ഒഴിവാക്കിയുള്ള മറ്റു ഭാഗങ്ങളിൽ മാത്രം എന്താണ് ഈ ട്രപ്പീസിന് കൂടെ താഴത്ത് കുറച്ച് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ട്രയാങ്കിളിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ട കളർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിളിനകത്ത് കയറി കളർ അടിക്കരുത്. ഈ ട്രപ്പീസിയം ഈ കംപ്ലീറ്റും ഈ ട്രയാങ്കിൾ ഒഴിവാക്കി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരൊറ്റ കളർ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ഓരോ ഷേപ്പിനും ഓരോ കളർ വീതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര സർക്കിൾസ് ഉണ്ട്, എത്ര റൗണ്ട് ഉണ്ട് ഈ ഷേപ്പിൽ കൗണ്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം, ആ നമ്പർ അവിടെ എഴുതണം. ഓക്കെ, എത്ര സർക്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ആ നമ്പർ അവിടെ എഴുതുക. എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, നമ്പർ അവിടെ എഴുതുക. എത്ര സ്ക്വയർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നമ്പർ എഴുതുക. എത്ര റെക്ടാങ്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നമ്പർ എഴുതുക. എത്ര ട്രപ്പീസിയം 2 എണ്ണമാണ്, ആ 2 എണ്ണം അവിടെ എഴുതുക. ഓക്കെ,
അപ്പൊ കളർ ചെയ്യുകയും വേണം. എന്നിട്ട് ഓരോ ഷേപ്സ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അവിടെ നമ്പേഴ്സ് എഴുതണം. ഇനി ജോയിൻ ദ ഡോട്ട്സ് യൂസിങ് ദ സ്കെയിൽ ആൻഡ് പെൻസിൽ. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ഈ ലൈൻസ് എല്ലാം സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ലൈൻസ് എല്ലാം ഡോട്ടഡ് ലൈൻസ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, എളുപ്പമല്ലേ? എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് അവിടെ ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പെൻസിൽ എടുക്കുക, സ്കെയിൽ ഉപയോഗിക്കുക, ആ ഡോട്ടഡ് ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി കൗണ്ട് ദ കോർണേഴ്സ് ആൻഡ് സൈഡ്സ്. ഇനി ഓരോ ഷേപ്സിനും എത്ര അറ്റങ്ങൾ, എത്ര ഈ ഓരോ കൂത്തിരിക്കുന്ന എത്ര അറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ എത്ര ഈ നമുക്ക് ഈ ഒരു ബുക്കിനെ കണ്ടില്ല എത്ര അറ്റങ്ങളുണ്ട്? 4 എണ്ണം അല്ലെ? ഈ ഒരു ഷേപ്പ് ഫ്രണ്ടിലേക്ക് കാണുന്ന ഈ ഒരു ഷേപ്പിന് 4 അറ്റങ്ങൾ, 4 മൂലകൾ അല്ലെ? അങ്ങനെ ആ കോർണേഴ്സ് കണ്ടുപിടിക്കുക. എത്ര വശങ്ങൾ, എത്ര സൈഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ട്രയാങ്കിൾ ആണ്. എത്ര കോർണേഴ്സ് ഉണ്ട്? ഓരോ മൂലകളിലായിട്ട് എത്ര കോർണേഴ്സ് ഉണ്ട്? 3 കോർണേഴ്സ്. അപ്പൊ നമ്പർ ഓഫ് കോർണേഴ്സ്, നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് കോർണേഴ്സിന് അവിടെ 3 എന്ന് എഴുതുക. എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3. 3 സൈഡ്സ് ഉണ്ട് അല്ലെ? അപ്പോ 3 എന്ന് എഴുതുക. ഇനി താഴത്ത് കാണുന്ന ബോക്സിന് എത്ര കോർണേഴ്സ് ഉണ്ട്? എത്ര നമ്പർ ഓഫ് കോർണേഴ്സ് ഉണ്ട്? മുകളിൽ 2 എണ്ണം, താഴത്തും 2 എണ്ണം. ടോട്ടൽ 4 എന്ന് എഴുതുക. ഇനി എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4. 4 സൈഡ്സ് ഉണ്ട് അല്ലെ? 4 വശങ്ങളുണ്ട്. ഇനി എത്ര കോർണേഴ്സ് ഉണ്ട്? താഴെ കാണുന്ന ട്രപ്പീസിയം പോലുള്ള ഷേപ്പിന് 1, മുകളിൽ 2, താഴത്ത് 2. ടോട്ടൽ 4 അല്ലെ? 4 എണ്ണം. അപ്പൊ 4 എന്ന് എഴുതുക. നമ്പർ ഓഫ് സൈഡ്സ് അവിടെ എത്ര ഉണ്ടെന്ന്? 1 2 3 4 സൈഡ്സ് തന്നെയാണ്. ഇനി താഴെ കാണുന്ന ആ ഒരു ഷേപ്പിന് എന്താണ്? പാരലോഗ്രാം എന്ന് പറയും. അതിന് എത്രയുണ്ട്? എത്ര കോർണേഴ്സ് ഉണ്ട്? 4. മുകളിൽ 2, താഴെയും 2. ടോട്ടൽ 4 കോർണേഴ്സും 4 സൈഡ്സും ആണ്. താഴെ കാണുന്ന ഷേപ്പിനാണെങ്കിൽ മുകളിൽ 1, നടുക്ക് 2 എണ്ണം, താഴത്ത് 2 എണ്ണം, താഴത്ത് 1 എണ്ണം. ടോട്ടൽ 4 കോർണേഴ്സ് ഉണ്ട്, 4 അറ്റങ്ങളുണ്ട്, 4 മൂലകളുണ്ട്. അപ്പോൾ 4 സൈഡ്സും ഉണ്ട്. 4. താഴെ കാണുന്ന ഷേപ്പിന് പെന്റഗൺ എന്ന് പറയും. ആ ഷേപ്പിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 5 കോർണേഴ്സ് ഉണ്ട്, 5 സൈഡ്സ് ഉണ്ട്. ഇനി താഴെ കാണുന്ന ആ ഷേപ്പിന് ഹെക്സഗൺ എന്ന് പറയും. ആ ഹെക്സഗൺ എത്ര കോർണേഴ്സ് ഉണ്ട്? 5 കോർണേഴ്സ് ഉണ്ട്. ആ കോർണേഴ്സ് ഒക്കെ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കോർണേഴ്സ് ഉണ്ട്. എന്നിട്ടോ 6 കോർണേഴ്സ് ഉണ്ട്, 6 സൈഡ്സ് ഉണ്ട്. ഓക്കെ. ഇനി യൂസിങ് എ ഷീറ്റ് ഓഫ് ട്രേസിംഗ് പേപ്പർ ട്രേസ് ഈച്ച് ഷേപ്പ് ടു ഇറ്റ്സ് റൈറ്റ്. ഈ ഓരോ ഷേപ്പ് നിങ്ങൾ ട്രേസിംഗ് പേപ്പർ എടുക്കണം. നിങ്ങളൊരു നോട്ട്ബുക്കിന്റെ ഒരു വരയില്ലാത്ത ഒരു ഭാഗം എടുത്തിട്ടാണെങ്കിലും ഈ ഓരോ ഷേപ്പ് പെൻസിലും അതുപോലെ സ്കെയിലും ഉപയോഗിച്ച് ഈ പേജിന്റെ പുറത്ത് നിങ്ങളുടെ മറ്റു ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ആ പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് ഈ ഓരോ ഷേപ്പും വരച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ഇവിടെയും വരച്ച് വെക്കണം എന്നാണ് പറയുന്നത്. ഇതേപോലത്തെ ഷേപ്പ് ഇപ്പുറത്ത് വരയ്ക്കുക, ഇതേപോലുള്ള ഷേപ്പ് ഇപ്പുറത്ത് വരയ്ക്കുക. അങ്ങനെ എല്ലാ ഷേപ്പ്, അതായത് ഷേപ്പുകളെല്ലാം നിങ്ങൾ ട്രേസിംഗ് പേപ്പറിന്റെ സഹായത്തോടു കൂടി ഇപ്പുറത്ത് വരയ്ക്കുക. ട്രേസിംഗ് പേപ്പർ നിങ്ങൾ ആദ്യം ഈ ഒരു സൈഡിൽ നിങ്ങൾ ട്രേസിംഗ് പേപ്പർ വെക്കുക, സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക. എന്നിട്ട് അതിന്റെ ഒരു നിഴല് കാണാൻ പറ്റും. ട്രേസിംഗ് പേപ്പറിൽ ഈ താഴത്ത് കാണുന്ന ഈ ഫിഗറിന്റെ നിഴല് കാണാൻ പറ്റും. അത് നിഴലിന്റെ പുറത്തൂടെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരച്ചെടുക്കുക. എന്നിട്ട് എന്താണ് അത് ഇപ്പുറത്തെ വശത്ത് ആ ബോക്സിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ജസ്റ്റ് ആ നിങ്ങൾ വരച്ചെടുത്ത ആ ഒരു പടത്തിന്റെ പുറത്ത് ഒന്നുകൂടെ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അപ്പൊ ഇവിടെ പാട് വീഴും. ആ പാട് ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ചിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലത്തെ ഫിഗർ ഇപ്പുറത്ത് തന്നെ വരയ്ക്കാൻ പറ്റും. പിന്നെയും താഴത്തെ ഫിഗർ അങ്ങനെ തന്നെ ട്രേസിംഗ് പേപ്പർ ഈ ഒരു ഫിഗറിന്റെ പുറത്ത് വെക്കുക, സ്കെയിൽ ഉപയോഗിച്ച് അതേ ഷേപ്പ് വരച്ചെടുക്കുക. പിന്നെ എന്നിട്ട് ഞാൻ വരച്ച ആ ട്രേസിംഗ് പേപ്പർ ഇപ്പുറത്തെ ബോക്സിന് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? പിന്നെയും സ്കെയിൽ ഉപയോഗിച്ച് പെൻസിൽ ഉപയോഗിച്ച് ഇവിടെ വരയ്ക്കാൻ ശ്രമിക്കുക. അതിന്റെ പാട് വരച്ചതിന്റെ പാട് ട്രേസിംഗ് പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ ആ വരച്ചതിന്റെ പാട് ഇവിടെ കിട്ടും. ആ പാട് വെച്ച് സ്കെയിലും പെൻസിലും പിന്നെ ഉപയോഗിച്ച് ഇതേ ഷേപ്പിലൂടെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ ഷേപ്പും ട്രേസിംഗ് പേപ്പറും സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഇവിടെ വരയ്ക്കാൻ ശ്രമിക്കണം. ഇനി trace a lot of these shapes into colored paper, cut them, stick them here and make your own picture. ഇതേപോലെ തന്നെ ട്രേസിംഗ് പേപ്പർ, കളർ ആയിട്ടുള്ള ട്രേസിംഗ് പേപ്പർ എടുത്തിട്ട് കളർ ട്രേസിംഗ് പേപ്പർ നമുക്ക് കിട്ടും, ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. ആ കളർ ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് ഈ ഷേപ്പുകൾ ഈ ട്രേസിംഗ് പേപ്പർ ഈ ഷേപ്പുകളിൽ പുറത്ത് വയ്ക്കുക, സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ് കളർ പേപ്പറോട് എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ ട്രേസിംഗ് പേപ്പറിൽ നിങ്ങൾ ഈ ഷേപ്പ് വരച്ചെടുത്തത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്താണ് ഓരോ പല ഷേപ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കാനാണ് പറയുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിങ്ങൾ പേജ് നമ്പർ 33-ല് സർക്കിൾസും ട്രയാങ്കിൾസും റെക്ടാങ്കിൾ സ്ക്വയറും ട്രപ്പീസിയും ഒക്കെ ഉപയോഗിച്ച് ഒരു വീടിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തല്ലേ. അതുപോലെ ഇത്തരം
പേജ് നമ്പർ 37 ഇത്തരം ഫിഗേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് ആ പേപ്പർ ട്രേസും കളർ പേപ്പർ കട്ട് ചെയ്ത് നിങ്ങൾ ഒരു പടം ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പേജ് നമ്പർ 38 ജഗ്സ് ആൻഡ് മഗ്സ്. ജഗ്സും മഗ്സും. Card the object with more capacity in each pair. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വെള്ളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനം ഉൾക്കൊള്ളുന്ന കപ്പാസിറ്റി കൂടുതലുള്ള പാത്രം ഏതാണ്? ഏറ്റവും വലിപ്പമുള്ള പാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ സാധനം തങ്ങുന്നത്, അല്ലെ? ഏറ്റവും കൂടുതൽ സാധനം കൊള്ളുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള വലിപ്പമുള്ള പാത്രം ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഫസ്റ്റ് നോക്കിയ ഒരു ബക്കറ്റ് ഉണ്ട്, ഒരു കപ്പ് ഉണ്ട്, ഏറ്റവും കൂടുതൽ വെള്ളം. ഇപ്പൊ രണ്ട് വെള്ളം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏതിനായിരിക്കും? ബക്കറ്റിനായിരിക്കും, അല്ലെ? അപ്പൊ ബക്കറ്റിനെ കളർ ചെയ്യുക. ഇനി ഒരു ബോട്ടിലും ഒരു കപ്പും ഉണ്ട്, ബോട്ടിലായിരിക്കും, ബോട്ടിൽ കളർ ചെയ്യുക. ഒരു കുടവും ഉണ്ട്, ഒരു കപ്പും ഉണ്ട്, അല്ലെ? ഒരു പോട്ട്, ഒരു കപ്പ്. ആ പോട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്, അപ്പോൾ ആ പോട്ടിനെ കളർ ചെയ്യുക. പിന്നെ ഈ രണ്ട് പാത്രത്തിലെ ഏറ്റവും വലിയ പാത്രം ഏതാ? അതിനെ കളർ ചെയ്യുക. അങ്ങനെ ഓരോന്നിനും വലുത് ഏതാണ്? ഈ തന്നിരിക്കുന്ന ആ രണ്ട് ഫിഗേഴ്സിൽ വലുത് ഏതാണോ ആ വലുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്രയോണി ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഫൈൻഡ് ഔട്ട് ഹൗ മെനി മഗ്സ് ഓഫ് വാട്ടർ ഫിൽ എ ബക്കറ്റ്. കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു ബക്കറ്റും ഒരു കപ്പും എടുക്കണം. എന്നിട്ട് ആ കപ്പിൽ എത്ര കപ്പ് വെള്ളം ഒഴിച്ചാലാണ് ഒരു ബക്കറ്റ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് എത്ര കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ ഓഫ് കപ്പ്, ആ കപ്പിന്റെ എണ്ണം, എത്ര കപ്പ് ഒഴിച്ചപ്പോഴാണ് ആ ബക്കറ്റ് കംപ്ലീറ്റ് നടന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ ഈ ബോക്സിൽ എഴുതണം. ഓക്കെ. ഇനി ഒരു ബോട്ടിലുണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്. ഒരു വീട്ടിലൊരു കുപ്പി എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ആ കുപ്പിയിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചാലാണ് ആ ബോട്ടിൽ കംപ്ലീറ്റ് ആവുന്നത്, എത്ര ഗ്ലാസ് വെള്ളം എന്നുള്ളത് അവിടെ എഴുതുക, ആ നമ്പർ എഴുതുക. ഇനി ഒരു ബക്കറ്റ് ഉണ്ട്, ഒരു കുപ്പിയുണ്ട്. ആ നിങ്ങളുടെ വീട്ടിലെ ബക്കറ്റും ഒരു കുപ്പി എടുക്കുക. ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിലോട്ട് ഒഴിക്കുക. ആ എത്ര കുപ്പി ഒഴിക്കേണ്ടി വന്നാലാണ് ആ ബക്കറ്റ് കംപ്ലീറ്റ് നിറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ നമ്പർ അവിടെ എഴുതണം. ഇനി ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു കുഞ്ഞു പാത്രമുണ്ട്, അല്ലെ? ഒരു കുഞ്ഞു കറി വെള്ളം ഒരു കുഞ്ഞൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലാണ് ആ ഗ്ലാസ് നിറയുന്നത് കണ്ടുപിടിച്ചിട്ട് ആ നമ്പർ അവിടെ എഴുതണം. ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 27 തൊട്ട് പേജ് നമ്പർ 39 വരെയുള്ള വർക്ക്സ് എല്ലാം ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് തരണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.